പിറവം മുനിസിപ്പാലിറ്റി 4-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷിബു തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ 4-ാം ഡിവിഷനിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ വാർഡ് വളരെ ദൈർഘ്യമുള്ളൊരു വാർഡാണ്. ഏകദേശം 7 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളൊരു വാർഡാണ്. ഈ വാർഡിലെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളൊരു വാർഡാണ്. കാർഷിക മേഖലയ്ക്ക് മുൻകാലങ്ങളിൽ തീർത്തും അവഗണിക്കപ്പെട്ട ഒരു വാർഡായിട്ടും വളരെയധികം കാർഷിക വിളകൾ ഈ വാർഡിൽ നിന്ന്, ഈ ഡിവിഷനിൽ നിന്ന് മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ള സൗകര്യപ്രദമായ പല വഴികളും വളരെ ദുർഘടമായി കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ യാത്ര അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈ കക്കാട് 4-ാം ഡിവിഷനിലെ യാത്ര. വളരെ ചരിത്രപ്രസിദ്ധമായ പാഴൂർ പടിപ്പുര ഭാഗത്തേക്ക് പോകുന്ന വഴി കാലങ്ങളായി വെള്ളം കയറിയും മെറ്റിലിളകി കിടന്നിട്ട് സഞ്ചാരയോഗ്യമാകാൻ സാധ്യമാകാത്ത രീതിയിൽ കിടക്കുകയാണ്. എത്രയും നേരത്തെ വന്നാൽ എല്ലാ വീടുകളിൽ ചെന്നാലും ആ വഴിയെപ്പറ്റിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. അതുപോലെ അവിടെ ഒരു വളരെ നീളം കൂടിയ ഒരു ചാലുണ്ട്. ആ ചാലിന് വീതി കൂട്ടി സൈഡ് കെട്ടി ചെയ്താൽ അത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ബോട്ടിങ് കാര്യങ്ങൾ ചെയ്യാനും എല്ലാ പൊതുജനങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു പാർക്കായി മാറ്റാൻ. അതുപോലെ തന്നെ ഈ മേഖല എന്ന് പറയുന്നത് സംയുക്തമായ 4 വാർഡുകൾ ചേർന്ന ഈ വാർഡിൽ വളരെയേറെ പ്രയോജനപ്പെട്ട മറ്റ് പല കാര്യങ്ങളും സ്കൂളായിട്ടും അതിൻ്റെ ആ മേഖല വികസിപ്പിക്കാനും മറ്റ് കുളങ്ങളും തോടുകളും വീതി കൂട്ടി വെള്ളം ചില ഭാഗങ്ങളിൽ വെള്ളം നിർത്താനും ചില ഭാഗങ്ങളിൽ വെള്ളം ഇല്ലാത്തടത്ത് വെള്ളം ഉണ്ടാക്കുവാനും സാധിക്കുന്ന പദ്ധതികൾ പൂർത്തിയാക്കണം. അതുകൂടാതെ റോഡിൻ്റെ സൈഡുകൾ വളരെയേറെ ഇടുങ്ങിയ സ്ഥലമാണ്. വീതി കൂടിയ റോഡാണെങ്കിലും റോഡിൻ്റെ വീതി കുറവാണ്. സൈഡ് കാട് പിടിച്ചു കിടക്കണം. കാടുകൾ വെട്ടിത്തെറിച്ച് സഞ്ചാരയോഗ്യമാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാണെന്ന് എല്ലാ ജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളെ എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കാൻ തയ്യാറാകും എന്നും കൂടി പറയുന്നു.